കിഫ്ബി റോഡുകളിൽ ടോൾ പിരിക്കുന്നതിൽ ഒരു തീരുമാനവും സർക്കാർ എടുത്തിട്ടില്ലെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. സാധ്യത മാത്രമാണ് പരിശോധിച്ചത്. കിഫ്ബി നിർമ്മാണങ്ങളിലെ വരുമാന സ്രോതസ് പരിശോധിക്കുമെന്നും ധനമന്ത്രി റിപ്പോർട്ടറിനോട് പറഞ്ഞു. അങ്ങനൊരു വാർത്ത കഴിഞ്ഞ ദിവസം വന്നത് 100% ശരിയല്ല. കാരണം ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഏതൊക്കെ തരത്തിൽ റവന്യൂ ജനറേറ്റിംഗ് പറ്റും എന്നുള്ള പരിശോധന നടക്കുന്നത് ഞാൻ പറഞ്ഞു. എന്നാൽ കിഫ്ബി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് റവന്യൂ ജനറേറ്റിംഗ് മോഡലിലുള്ള പ്രവർത്തനം വേണമെന്നുണ്ടതിൽ. കാരണം നമ്മൾ പണിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സൗജന്യമായി കൊടുക്കാൻ പറ്റില്ല. ഇത് വലിയ പലിശയ്ക്ക് എടുക്കുന്ന ലോണാണ്. അപ്പോൾ അതുകൊണ്ട് എവിടുന്നൊക്കെ റവന്യൂ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് നോക്കാനായിട്ട് നേരത്തെ അതിന്റെ നിയമമുണ്ട്. അതിന്റെ കാര്യങ്ങൾ അവർ പരിശോധിക്കുന്നുണ്ട്. ഇപ്പം തന്നെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന കുറേ ഏരിയ ഉണ്ട്. ടോൾ പിരിവിൽ അന്തിമ തീരുമാനം മന്ത്രിസഭയിൽ ചർച്ച ചെയ്ത ശേഷമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. കിഫ്ബി ഒരു ശാപമായി മാറുകയാണെന്ന് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. LDF-നകത്ത് ഈ കാര്യങ്ങളിൽ ആലോചന നടന്നിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് വലിയ തോതിലുള്ള ഉപരോധം, സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി വരികയാണ്. അപ്പൊ കേരളത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതുകൊണ്ട് വൻകിട പദ്ധതികളിൽ ഇതുപോലുള്ള വരുമാനത്തിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. ആ പ്രശ്നം LDF-നകത്ത് തീരുമാനമെടുത്തിട്ടുണ്ട്. കിഫ്ബി ഒരു ശാപമായി മാറരുത്. ജനങ്ങൾക്ക് യാത്രാ സൗകര്യം ഇന്ന് സൗജന്യമാണ്. കേരളത്തിൽ പാലങ്ങളിലോ റോഡുകളിലോ ഒന്നും ഇപ്പോൾ നിലവിൽ ടോൾ ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ അത് വീണ്ടും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല. റവന്യൂ ജനറേഷൻ ചെയ്യാൻ കഴിയുന്ന പദ്ധതികൾ അടിയന്തരമായി നടപ്പാക്കുകയാണ് ഗവൺമെന്റ് വേണ്ടത്. TV പ്രസാദ് ചേരുന്നു നമുക്കൊപ്പം. TV പ്രസാദ്, ധനമന്ത്രി എന്ന റിപ്പോർട്ടറിനോട് സംസാരിക്കുമ്പോൾ ഈ ടോൾ പിരിവിന്റെ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുന്നുണ്ട്. ആരോപണങ്ങൾക്ക് ഉചിതമായ ഒരു പ്രതിരോധം മന്ത്രി ഇപ്പോൾ തീർക്കുന്നുണ്ടോ? അതെ സുജയ, ഒരു തീരുമാനത്തിലേക്കൊന്നും സർക്കാർ എത്തിയിട്ടില്ല. അതൊരു സാധ്യത പരിശോധന മാത്രമാണ്. നേരത്തെ പറഞ്ഞതുപോലെ കിഫ്ബിയുടെ ഭാഗമായി പണം ചെലവഴിക്കുമ്പോൾ എന്താണ് വരുമാനം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഉയരുന്ന ചോദ്യം. അതൊരു കേന്ദ്ര വിമർശനമായി ഉയർന്നു. കേന്ദ്രത്തിൽ നിന്ന് പലതവണ വിമർശന വിധേയമായി. മാത്രമല്ല, കിഫ്ബി വായ്പകളെല്ലാം കേന്ദ്രത്തിൻ്റെ കണക്കിൻ്റെ പരിധിയിലേക്ക് കൂടി വരുന്നതോടുകൂടി കിഫ്ബിയിൽ നിന്ന് എങ്ങനെ വരുമാനം കണ്ടെത്താം എന്ന ആലോചനയാണ് സർക്കാർ നടത്തുന്നത്. അതിൻ്റെ ഭാഗമായാണ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന പ്രവൃത്തികളിൽ എങ്ങനെയൊക്കെ വരുമാനം ഉണ്ടാക്കാം എന്നതിൻ്റെ പരിശോധനയിലേക്ക് കടന്നത്. റോഡുകളും പാലങ്ങളും കെട്ടിടങ്ങളും ഉൾപ്പെടെയാണ് അതിൻ്റെ സാധ്യതകളായി കാണുകയും ചെയ്തത്. റോഡുകളിൽ നിന്ന് ടോൾ പിരിക്കുക, അതോടൊപ്പം തന്നെ പാലങ്ങളിൽ നിന്ന് ടോൾ പിരിക്കുക, കെട്ടിടങ്ങൾ വാടകയ്ക്ക് കൊടുത്തും അല്ലാതെയും എങ്ങനെയൊക്കെ പണം ഈടാക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് പരിശോധിക്കുക. അങ്ങനെ പലതരത്തിലുള്ള പരിശോധനകളിൽ ഒന്നാണ് കിഫ്ബി പണം ചെലവഴിച്ചുള്ള ടോൾ. അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ മാത്രമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്നാണ് ധനമന്ത്രി വിശദീകരിക്കുന്നത്. ധനമന്ത്രിയുമായി സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായതും അതാണ്. അതായത് ഏതെങ്കിലും ഒരു തരത്തിലുള്ള തീരുമാനത്തിലേക്ക് വന്നില്ല, മറിച്ച് പരിശോധന നടക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് മന്ത്രി പറയുന്നത്. സുജയ. TV പ്രസാദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.